സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ ഞാനിപ്പോൾ OTT വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ യൂജിൻ ജോസ് ചിറമലിൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയലാണ്. ഈ സിനിമയുടെ ബേസിക് തീം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുറേയൊക്കെ ഈ സിനിമയിൽ ഒരു ഷിഫ്റ്റ് വരുന്ന സമയം വരെ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനും നല്ല അതിൻ്റെ ഒരു ഫ്ലോയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബേസിക്കലി നമ്മൾക്കറിയാലോ, ഈവൻ ജനമൈത്രി പോലീസ് സ്റ്റേഷനടക്കം നമ്മളുടെ സിനിമകളിലൊക്കെ കാണിക്കുന്ന കുറച്ചൊക്കെ ഒരു സർക്കാസ്റ്റിക് ലെവലിലാണ്. പക്ഷേ ഇതെങ്ങനെ ഒരു സോഷ്യൽ മെസ്സേജിങ് ഉള്ള ഇതുപോലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മേലെ നടക്കുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റഡി സെൻറ്റർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസകരമായിട്ട് തോന്നി. നല്ലൊരു ഐഡിയ ആണ്. ഇനി അതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഷൈൻ ടോം ചാക്കോ അറിയാലോ, കുറേ കാലമായിട്ട് ഈ സ്റ്റീരിയോടിപ്പിക്കൽ മാനറിസം കൊണ്ട് നമ്മളെ കുറച്ചൊക്കെ എനിക്ക് വളരെയധികം ഇറിറ്റേഷൻ തോന്നാറുണ്ട് ചില റോൾസിൽ ഷൈനെ കാണുമ്പോൾ. പക്ഷേ ഇതിൽ നല്ലൊരു ഡയറക്ടർക്ക് നല്ലൊരു ആക്ടറെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ മാനറിസംസും മാറ്റി വെച്ചുകൊണ്ട് റിഫ്രഷിംഗ് ആയിട്ട് അഭിനയിപ്പിക്കാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു തെളിവായിട്ടാണ് ഇതിൽ ഈ പോലീസ് ഓഫീസർ റോള് നിൽക്കുന്നത്. പിന്നെ ഇതിൽ വിൻസി അലോഷ്യസ് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു വിൻസിക്കും ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ റോളും തോന്നുന്നു. എന്തുകൊണ്ടോ അതൊരു അങ്ങോട്ട് ഒരു എലവേറ്റ് ചെയ്യാനായിട്ട് വിൻസിക്ക് പറ്റിയിട്ടില്ല. കുറച്ച് കോൾഡായിട്ട് തോന്നി. ഇനി കുറച്ച് കഴിഞ്ഞ് ഈ സിനിമയിൽ സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്ന ഒരു ക്രൈം പാർട്ടിലേക്ക് ഈ സിനിമ കടക്കുമ്പോൾ ആ ടീനേജർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ജെന്യുവിനും നോർമലായിട്ടാണ് തോന്നിയത്. വളരെ നാച്ചുറലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇൻട്രോഗേഷൻ മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സിനിമയുടെ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഒരു ഇൻറ്റഗ്രിറ്റി ലൂസായി. അത് നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ആ സിനിമയുടെ പാറ്റേൺ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ അത് കുറച്ചും കൂടി നന്നായിട്ട് ഡീൽ ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ പോകേണ്ട ഒരു സിനിമയായിരുന്നു സൂത്രവാക്യം. എന്തായാലും യൂജിന് ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.